നിങ്ങൾക്കറിയാമോ, ശബ്ദത്തിന്റെ വേഗതയേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ കുതിക്കാൻ ഒരു മിസൈലിന് കഴിയും. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് ഇതുതന്നെയാണ് ചെയ്യുന്നത്. വേഗത മാത്രമല്ല, കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തുനിന്നും വെള്ളത്തിനടിയിൽ നിന്നു പോലും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതായുധമാണിത്. പക്ഷേ എന്താണ് ബ്രഹ്മോസിനെ ഇത്ര പ്രത്യേകതയുള്ളതാക്കുന്നത്? എന്തുകൊണ്ടാണ് രണ്ട് വൻശക്തികൾ ഇത് നിർമ്മിക്കാൻ ഒന്നിച്ചത്? ഈ സൂപ്പർസോണിക് അത്ഭുതത്തിന്റെ പിന്നിലെ കഥയും ലോക പ്രതിരോധ രംഗത്ത് ഇത് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നും നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മോസിന്റെ കഥ തുടങ്ങുന്നത് 1990കളുടെ അവസാനത്തിലാണ്. കോൾഡ് വാറിന് ശേഷം ഇന്ത്യക്ക് സൈനിക ശേഷി നവീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതേസമയം റഷ്യ പുതിയ വിപണികൾ കണ്ടെത്താനും പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ശ്രമിക്കുകയായിരുന്നു. ഈ പരസ്പര താൽപര്യം 1998-ൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സംയുക്ത സംരംഭത്തിലേക്ക് നയിച്ചു. ഇന്ത്യയിലെ DRDOയും റഷ്യയിലെ NPOMും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ബ്രഹ്മോസ് എന്ന പേര് രണ്ട് പ്രസിദ്ധമായ നദികളിൽ നിന്നാണ് വന്നത്, ഇന്ത്യയിലെ ബ്രഹ്മപുത്രയും റഷ്യയിലെ മോസ്കോയും. രണ്ട് രാജ്യങ്ങളുടെയും ശക്തമായ പങ്കാളിത്തത്തെയും ഐക്യത്തെയും ഈ പേര് പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മോസ് വെറുമൊരു മിസൈലല്ല, ശബ്ദത്തിന്റെ വേഗതയേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണിത്. നമുക്ക് ഇതിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഇതിന്റെ സൂപ്പർസോണിക് വേഗത ശത്രുവിന് പ്രതികരിക്കാനുള്ള സമയം കുറക്കുന്നു. അങ്ങനെ ആധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളെ നേരിടാൻ വളരെ ഫലപ്രദമാകുന്നു. കൂടാതെ ബ്രഹ്മോസിന് അസാധാരണമായ കൃത്യത ഉണ്ട്. കരയിലെ ലക്ഷ്യമായാലും യുദ്ധക്കപ്പലായാലും തന്ത്രപ്രധാനമായ ശത്രുവിന്റെ കേന്ദ്രമായാലും ബ്രഹ്മോസ് അതിന്റെ ലക്ഷ്യം കൃത്യമായി തകർക്കും. മറ്റൊരു പ്രത്യേകത, കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തുനിന്നും വെള്ളത്തിനടിയിൽ നിന്നു പോലും വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ്. ഇതുകൂടാതെ ബ്രഹ്മോസ് ആധുനിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. അങ്ങനെ ശത്രുവിന്റെ റഡാറിൽ നിന്ന് രക്ഷപ്പെട്ട് ലക്ഷ്യത്തിൽ എത്താനാകും. ആദ്യം 290 കിലോമീറ്റർ ആയിരുന്നു ദൂരപരിധി. പക്ഷേ 2016-ൽ ഇന്ത്യ MTCRൽ ചേർന്നതിനു ശേഷം ഇത് 400 കിലോമീറ്ററിലധികമായി വർദ്ധിപ്പിച്ചു. ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഗൈഡൻസ് സംവിധാനം മറ്റൊരു വിസ്മയമാണ്. GPS, GLONASS, ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്കുള്ള പാത നിലനിർത്തുന്നു. പറക്കുമ്പോൾ ചലിക്കാനുള്ള കഴിവ് ബ്രഹ്മോസിനെ തടയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മിസൈൽ ആക്കുന്നു. ബ്രഹ്മോസിന്റെ പ്രത്യേകത വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവിലാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ കരയിൽ വിന്യസിച്ചിരിക്കുന്ന ഈ സംവിധാനം ശത്രുസൈന്യത്തെ പിന്തിരിപ്പിക്കാൻ സഹായിക്കുന്നു. മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ സ്ഥാനം മാറ്റി വിന്യസിക്കാം. കടലിലെ ഭീഷണികൾ നേരിടാൻ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ യുദ്ധക്കപ്പലുകളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിരിക്കുന്നു. ശത്രുവിന്റെ കപ്പലുകൾ അടുത്തെത്തും മുമ്പേ തന്നെ അവയെ തകർക്കാൻ കഴിയും. യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന മിസൈൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകാശത്ത് വലിയ പിൻബലം നൽകുന്നു. അന്തർവാഹിനികളിൽ നിന്ന് പോലും ബ്രഹ്മോസ് വിക്ഷേപിക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ അന്തർജല യുദ്ധശേഷി കൂടുതൽ മെച്ചപ്പെടുത്തും. റഷ്യയുമായി ചേർന്നാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചെടുത്തതെങ്കിലും ഇതിന്റെ നിർമ്മാണത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് സംഭാവന നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ പ്രതിരോധ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബ്രഹ്മോസ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ മിസൈൽ വാങ്ങാൻ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. മറ്റു പല രാജ്യങ്ങളുമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ആഗോള പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുന്നു. ഏതു വിജയകഥയ്ക്കും വെല്ലുവിളികളുണ്ടാകും. ബ്രഹ്മോസ് പോലുള്ള ഒരു സൂപ്പർസോണിക് മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും തുടർച്ചയായ നവീകരണവും നിക്ഷേപവും ആവശ്യമാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളുമായി തടസ്സമില്ലാത്ത സംയോജനം ഉറപ്പാക്കുന്നതും ഒരു സങ്കീർണമായ ദൗത്യമാണ്. എന്നിരുന്നാലും ഭാവി പ്രതീക്ഷാനിർഭരമാണ്. ഇന്ത്യയും റഷ്യയും ഇതിനകം തന്നെ ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പായ ബ്രഹ്മോസ് NG അഥവാ നെക്സ്റ്റ് ജനറേഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പതിപ്പ് കൂടുതൽ ലഘുവും വേഗതയേറിയതും കൂടുതൽ പ്രത്യേകതകൾ നിറഞ്ഞതുമായിരിക്കും. മാക് 5-നു മുകളിൽ വേഗതയുള്ള ഹൈപ്പർസോണിക് പതിപ്പുകളെക്കുറിച്ചും സംസാരമുണ്ട്. ഈ വികസനങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച മിസൈൽ സംവിധാനങ്ങളിലൊന്നായി ബ്രഹ്മോസിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കും. ഇതാണ് പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ ഉയർച്ചയുടെ പ്രതീകമായ ബ്രഹ്മോസിന്റെ കഥ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജയ് ഹിന്ദ്.